നമ്മൾക്ക് എങ്ങനെയാണ് ഒരു വീഡിയോയുടെ ഓഡിയോ മാത്രം എടുക്കാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഒരു വീഡിയോയുടെ ഓഡിയോ മാത്രം, അതായത് ഒരു വീഡിയോ, അത് എന്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരു വീഡിയോയുടെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ആ ഒരു വീഡിയോയുടെ മ്യൂസിക് മാത്രം നമ്മൾക്ക് എടുക്കാനായിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു മ്യൂസിക് മാത്രം എടുത്ത് ആ ഒരു വീഡിയോയിലെ കണ്ടന്റ് ഒക്കെ കളഞ്ഞ് ആ ഒരു മ്യൂസിക് മാത്രം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഓഡിയോ മാത്രം എടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഞാനിത് ചെയ്തിരിക്കുന്നത് VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് നമ്മളിൽ പലരും മീഡിയ പ്ലെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് VLC മീഡിയ പ്ലെയർ. ഞാൻ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ചെയ്തിരുന്നു, MKV വീഡിയോ ഫയലിനെ MP4 വീഡിയോ ഫയലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ MP4 വീഡിയോ. ഇതിനകത്തെ ഓഡിയോനെയാണ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടത്. നമ്മൾക്ക് ഒരു MP4 വീഡിയോനെ ഒരു MP3 വീഡിയോ ആക്കി മാറ്റുവാനായിട്ട് നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ ആവശ്യമാണ്. നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് videolan.org എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇവിടെ ഡൗൺലോഡ് VLC എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾക്ക് ഇത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് VLC മീഡിയ പ്ലെയർ. ഇനി നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ VLC എന്നിവിടെ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് VLC മീഡിയ പ്ലെയർ വന്നിട്ടുണ്ട്. എന്താ ഇവിടെ മീഡിയ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് convert/save എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ കീയും 6 ആണ്. അപ്പോൾ നമ്മൾക്ക് convert/save എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ഇങ്ങോട്ട് നമ്മൾക്ക് MP3 ആക്കേണ്ട ആ ഒരു MP4 ഫയല് നമ്മൾക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളുടെ MP4 വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതാണ് എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള MP4 വീഡിയോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിന് ശേഷം ഞാനിത് convert/save എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത സോഴ്സ് ആണ് ഇത് കാണിക്കുന്നത്. നമ്മൾക്ക് ഇത് കൺവേർട്ട് എന്നതിൽ സെലക്ട് ചെയ്ത ശേഷം ഇത് ഇവിടെ MP3 സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിതാ എവിടെ കാണാൻ സാധിക്കും, ഓഡിയോ MP3 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ, അതായത് ഈ ഒരു വീഡിയോ നമ്മൾക്ക് എങ്ങോട്ടാണ് MP3 ആയ ശേഷം ഇത് വന്ന് വീഴേണ്ടത് എന്നാണ്. അത് നമ്മൾക്ക് ഇവിടെ ബ്രൗസ് ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ MP3 വീഡിയോ, ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ഫയൽ നെയിം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് MP3 വീഡിയോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് .mp3 ഫോർമാറ്റിലാണ് വരാൻ പോകുന്നത്. ഇതിനുശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. തീർന്നിട്ടുണ്ട്. ഒരു ചെറിയ ഫയൽ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ MP3 വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു ഓഡിയോ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു MP3 വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കും ഇത് ഫയൽ ടൈപ്പ് MP3 ആണ് എന്ന കാര്യം. നിങ്ങൾക്ക് MP3 ഫയൽ റീഡ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, എൻ്റേതിപ്പോൾ ഗ്രൂവ് മ്യൂസിക് ആണ്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും വേറൊരു പ്ലെയർ ചൂസ് ചെയ്താൽ മതി.
ഇതിനുശേഷം ഞാനിപ്പോൾ ക്യാൻസൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് MP3 വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വേറെ വീഡിയോ ക്ലിപ്പിലോട്ടൊക്കെ നമ്മൾക്ക് ഈ ഒരു ഓഡിയോ നമ്മൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോ ഫയലിന്റെ ഓഡിയോ മാത്രം എടുക്കാൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ വേറൊരു കാര്യം മറക്കണ്ട, MKV വീഡിയോ ഫയലിനെ MP4 വീഡിയോ ഫയലിലോട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.